റിവർബറേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയപ്പോൾ കുട്ടികളുടെ പഠന നിലവാരം അളക്കുന്നതിന് വേണ്ടി നിരന്തര മൂല്യനിർണ്ണയവും പരീക്ഷകളും എങ്ങനെ ഓൺലൈനായി നടത്താൻ കഴിയും എന്നത് അധ്യാപകരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് പരീക്ഷകൾ നടത്താൻ കഴിയുന്നതാണ്. ഓൺലൈനായി എങ്ങനെ പരീക്ഷകൾ നടത്താം, എങ്ങനെ മൂല്യനിർണ്ണയം നടത്താം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അധ്യാപകർക്ക് തങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലുള്ള ക്ലാസ് റൂം ഓപ്പൺ ചെയ്തുകൊണ്ട് ഏത് ക്ലാസ്സിലേക്കാണോ എക്സാമിനേഷൻ നടത്തുന്നത് ആ ക്ലാസ്സിൻ്റെ ക്ലാസ് വർക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ക്ലാസ് വർക്കിൽ ക്രിയേറ്റ് എന്ന സെക്ഷനിൽ ക്യൂസ് അസൈൻമെൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ടൈറ്റിൽ കൊടുക്കാം. ഓൺലൈൻ എക്സാം എന്നുള്ളൊരു റാൻഡം ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നു. ഇൻസ്ട്രക്ഷൻസിൻ്റെ സ്ഥാനത്ത് ഓപ്ഷൻസ് ആണ്. അവർക്ക് എത്ര നേരം എക്സാമിനേഷൻ ഉണ്ട്, എത്ര മാർക്കിൻ്റെ എക്സാമിനേഷനാണ്, അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ഏത് ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ആഡ് എന്നുള്ളതിൻ്റെ അവിടെ എക്സാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഫയൽസുകൾ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ്. ക്രിയേറ്റ് ഓൺലൈനായി ഗൂഗിൾ ഡോക്സോ സ്പ്രെഡ്ഷീറ്റ്സോ വഴി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യൂസ് അസൈൻമെൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു ബ്ലാങ്ക് ക്യൂസിൻ്റെ ഗൂഗിൾ ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ഫോംസ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഫോം തുറന്നു കഴിഞ്ഞാൽ ബ്ലാങ്ക് ക്യൂസ് എന്നുള്ളതിൻ്റെ ടൈറ്റിൽ കാണാം. അതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഓൺലൈൻ എക്സാം എന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നു. ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലെ ഫോൾഡറിൽ ഫോംസിൻ്റെ പേരായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇങ്ങനെ പേര് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ പരീക്ഷയുടെ പേര് കൊടുക്കാം. GK എക്സാം എന്നുള്ളൊരു റാൻഡം നെയിം ഞാനിവിടെ കൊടുക്കുന്നു. എക്സാമിൻ്റെ ഡിസ്ക്രിപ്ഷനാണിത്. എത്ര സമയത്തേക്കുള്ള പരീക്ഷയാണ്, എത്ര മാർക്കിൻ്റെ പരീക്ഷയാണ്, ഏത് ഡേറ്റിന് നടത്തുന്നു, അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം. ഈ ഓൺലൈൻ എക്സാമിനേഷൻ നടത്തുമ്പോൾ നമ്മുടെ എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ് ചെയ്യുക, അല്ലാതെ സെപ്പറേറ്റ് സെക്ഷൻ അതിനില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു, ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു. വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോൾ ആ കുട്ടിയുടെ പേര് നമുക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആ കുട്ടിയുടെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സ്കൂൾ ID, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കാം. ഇത് മാൻഡേറ്ററി ആയതുകൊണ്ട് ഇവിടെ റിക്വയർഡ് എന്നുള്ള ഈ ഓപ്ഷൻ ഓൺ ചെയ്തിടുക. ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആണ്. അതിന് ആൻസർ ചെയ്യാതെ അയാൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിക്വയർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിടണം. ഇവിടെ ഈ സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഈ ഒരു പ്ലസ് സിമ്പലാണ് നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ തുടങ്ങാനുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. മുൻപെങ്ങാനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗൂഗിൾ ഫോം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കാനുള്ള ഓപ്ഷൻ. നമുക്ക് ഇമേജുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്നോ വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിനെ സെക്ഷൻ തിരിക്കാനുള്ളതാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ പാർട്ട് A, പാർട്ട് B എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെക്ഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഉണ്ടായിരിക്കും. അപ്പോൾ പാർട്ട് A മൾട്ടിപ്പിൾ ചോയ്സ്, പാർട്ട് B സബ്ജക്റ്റീവ്, അങ്ങനെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം. ഷോർട്ട് ആൻസർ ടൈപ്പ് കൊടുക്കാം, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ചെക്ക് ബോക്സസ് ടിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ഡ്രോപ്പ് ഡൗൺ മെനു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നോട്ട് ബുക്കിൽ എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഇത് റേറ്റിംഗ് സ്കെയിൽ ആൻസർ ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് ടൈപ്പാണിത്. മാച്ച് ദ ഫോളോവിങ്ങിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ഗ്രിഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതും ഒരു ഗ്രിഡ് ടൈപ്പ്, ചെക്ക് ബോക്സ് ഗ്രിഡാണ്, ടിക്ക് ചെയ്യുന്ന ഗ്രിഡ് ടൈപ്പ്. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം ഡേറ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനീഷ്യലി ഞാനൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നു. വാട്ട് ഈസ് എർത്ത് ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ്? എനിക്ക് ആൻസർ അവിടെ സജസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. നോർമലി ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഓപ്ഷനേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് 4 ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ആദ്യത്തെ ഓപ്ഷനായിട്ട് മാഴ്സ് എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ 4 ഓപ്ഷൻസ് കൊടുത്തു. മാഴ്സ്, സണ്ണ്, മൂൺ, ജൂപ്പിറ്റർ. ഈ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ എനിക്ക് ആൻസർ കീയും കൊടുക്കാം. പക്ഷേ സ്റ്റുഡൻസിന് എക്സാം എഴുതുന്ന സമയത്ത് ആൻസർ കീ കാണാൻ കഴിയില്ല. വൺസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അയാൾ എഴുതിയ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ ഒത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻസർ കീ കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ കീയിൽ 3 ആണ് ആൻസർ എന്ന് നമുക്കറിയാം. അപ്പോൾ 3 ക്ലിക്ക് ചെയ്യുന്നു. അതിന് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്ക് 1 മാർക്കാണ്. എൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഈ ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണെന്ന് കാണിക്കാൻ റിക്വയർഡ് ഓൺ ചെയ്തിടുക. ഇതിട്ട് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ആ സ്റ്റുഡൻറ്റിന് പോകാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ചെക്ക് ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കുന്നത്.
ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നു. എഡിസൺ ഇൻവെന്റഡ് ടെലഫോൺ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എനിക്ക് 2 ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻ നമ്പർ 1 ട്രൂ, ഓപ്ഷൻ 2 ഫോൾസ്. ആൻസർ കീയിൽ കറക്റ്റ് ആൻസർ ഫോൾസ് ആണ്. അതിനുള്ള മാർക്ക് 1 മാർക്ക്. ഡൺ. റിക്വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓൺ ആക്കിയിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡ്രോപ്പ് ഡൗൺ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു വ്യത്യാസത്തിന് വേണ്ടി ഞാൻ ഒരാളുടെ ചിത്രം കാണിച്ചിട്ട് ആ ചിത്രത്തിൽ ഇരിക്കുന്നത് ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഐഡന്റിഫൈ ദ പേഴ്സൺ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തു. ഇമേജ് ആഡ് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ്റെ നേരെ ഇമേജിൻ്റെ ഒരു സിമ്പൽ കാണാം, ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി നിങ്ങൾ ആ ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. മൊബൈലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ബ്രൗസ് ചെയ്തെടുക്കുന്നു. ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഈ ഇമേജ് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് 4 ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. നെഹ്റു, എഡിസൺ, CV രാമൻ, അബ്ദുൽ കലാം എന്ന 4 ഓപ്ഷൻസ് ഞാൻ കൊടുത്തു. ആൻസർ കീ ഇതിൽ CV രാമനാണ് ആ വ്യക്തി എന്ന് നമുക്കറിയാം. CV രാമൻ ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നു. അതിന് മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആഡ് ആൻസർ ഫീഡ്ബാക്ക് ഇത് എല്ലാത്തിലും കാണാം. ഈ ആഡ് ആൻസർ ഫീഡ്ബാക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഒരു സ്റ്റുഡൻറ്റ് എൻ്റർ ചെയ്യുന്ന ആൻസർ ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ കീയിൽ നിന്ന് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് എഴുതി കാണിക്കാം. ഇറ്റ് ഈസ് റോങ് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് എഴുതി കാണിക്കാം. എന്നിട്ട് കറക്റ്റ് ആൻസർ അയാൾക്ക് കാണിച്ചു കൊടുക്കാം. ആ കറക്റ്റ് ആൻസറുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കോ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കോ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. ഇതൊക്കെ അഡീഷണൽ ഓപ്ഷൻസ് ആണ്. ഇതൊരു സാധാരണ ഒരു ക്ലാസ് റൂം എക്സാമിനേഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കറക്റ്റ് ആൻസർ ആണ് അദ്ദേഹം പറയുന്നത് എന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്നൊരു ഫീഡ്ബാക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഈ എക്സാമിന് യൂസ് ചെയ്യുന്നില്ല. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നു. ഇനി ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് റിക്വേർഡ് ഓൺ ആക്കി ഇടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഓൺ ഗ്ലോബൽ വാർമിംഗ്. റൈറ്റ് എ നോട്ട് ഓൺ ഗ്ലോബൽ വാർമിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ ആൻസർ സ്റ്റുഡൻസ് അടിച്ചാൽ മാത്രമേ ഈ സിസ്റ്റം അത് കറക്റ്റ് ആണെന്ന് പറയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആൻസർ കൊടുക്കുന്നില്ല, ആൻസർ കീ കൊടുക്കുന്നില്ല, ഇതിന് നിങ്ങൾ മാർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കുമ്പോൾ ഗ്രേഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഫൈനൽ മാർക്ക് ആഡ് ചെയ്യുള്ളൂ. സോ ഇത് റിക്വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് റിക്വേർഡ് ഓൺ ചെയ്തിടുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ കുട്ടിക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾക്കാണ് ഉപയോഗപ്പെടുക. കാരണം ഒരു ചോദ്യം അടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ടൈപ്പ് ചെയ്തുണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് അദ്ദേഹം ആ സ്റ്റുഡൻറ്റ് അവൻ്റെ നോട്ട്ബുക്കിൽ ആൻസർ എഴുതിയിട്ട് നോട്ട്ബുക്കിൽ ആ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന തരത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒരു പ്രത്യേകതരം ഫയൽ മാത്രം നിങ്ങൾക്ക് അലോ ചെയ്യാം. ഡോക്യുമെൻറ്റോ സ്പ്രെഡ്ഷീറ്റോ PDF അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം. ഞാൻ എല്ലാ തരം ഫയലുകളെയും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലിടുന്നു. മാക്സിമം 5 ഫയൽ വരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലിടുന്നു. മാക്സിമം ഫയൽ സൈസ് 10 MB കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അടിക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുന്നു. ഈ ക്വസ്റ്റ്യന് ആൻസർ ആ സ്റ്റുഡൻറ്റ് അവൻ്റെ നോട്ട്ബുക്കിൽ എഴുതി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ കീ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, മാർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രിഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാച്ച് ദ ഫോളോവിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ്. അപ്പോൾ ഇവിടെ ഒരു റോയും ഒരു കോളും ഉണ്ടായിരിക്കും. ഈ റോയിൽ കുറച്ച് ആളുകളുടെ പേരാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അയാൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കോളത്തിൽ വരും. അപ്പോൾ അത് അയാൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. മാച്ച് ദ ഫോളോവിംഗ് എന്നാണ് ഞാൻ സാമ്പിളായിട്ട് ക്വസ്റ്റ്യൻ്റെ പേര് കൊടുക്കുന്നത്. 4 റോയിൽ ഓരോ പേരുകൾ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ന്യൂട്ടൺ. 4 സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ് ഞാൻ കൊടുക്കുന്നത്. ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, ഫാരഡെ, മാക്സ് പ്ലാങ്ക്. ഈ 4 പേരുടെയും പ്രധാനപ്പെട്ട വർക്കുകൾ കോളത്തിൽ കൊടുക്കുന്നു. അപ്പോൾ അവർക്കത് മാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ 4 ഓപ്ഷൻ കൂടാതെ ഒരു ഓപ്ഷൻ ഞാൻ അഡീഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓംസ് ലോ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ 5ാമതൊരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്നത്. ഇതിന് ആൻസർ കീ കൊടുക്കാം. ഈ ആൻസർ കീ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ ആണ്, ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി, ഫാരഡെ ഇലക്ട്രിസിറ്റിയാണ്, മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. അപ്പോൾ ഓരോ ആൻസറിനും അപ്രോപ്രിയേറ്റ് മാർക്ക് ഞാൻ 1/2 മാർക്ക് വെച്ച് ഓരോ ആൻസറിനും കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ ആ ക്വസ്റ്റിന് 2 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഡൺ കൊടുക്കുന്നു. മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാൻഡേറ്ററി സിമ്പിൾ ഓൺ ചെയ്തിടുന്നു. ഇതിൽ 1/2 മാർക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചില്ല. 1 മാർക്ക് വെച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഓരോ മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റിനും ഓരോ ആൻസറിനും ഞാനിവിടെ അലോട്ട് ചെയ്യുന്നു. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ചെക്ക് ബോക്സ് ഗ്രിഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നു. ഐഡന്റിഫൈ ദ കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കളേഴ്സ് ടു ഫോം ദ ഗിവൺ സെക്കൻഡറി കളേഴ്സ്. അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ റോയിൽ ഞാൻ
സെക്കൻഡറി കളേഴ്സും കോളത്തിൽ പ്രൈമറി കളേഴ്സും കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ചെക്ക് ബോക്സ് വെച്ച് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. യെല്ലോ, ഇങ്ങനെ സെക്കൻഡറി കളേഴ്സ് ആദ്യം കൊടുക്കുന്നു. 3 സെക്കൻഡറി കളേഴ്സും കൊടുത്തു. പ്രൈമറി കളേഴ്സിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ 3 കളറും കൊടുക്കുന്നു. ആൻസർ കീയിൽ യെല്ലോ ഫോം ചെയ്യുന്നത് റെഡും ഗ്രീനും ചേർന്നിട്ടാണ്. സിയാൻ ഫോം ചെയ്യുന്നത് ഗ്രീനും ബ്ലൂവും ചേർന്നിട്ടാണ്. മെജന്ത ഫോം ചെയ്യുന്നത് ബ്ലൂവും റെഡും ചേർന്നിട്ടാണ്. അപ്പോൾ ആൻസർ കറക്റ്റായി. അപ്പോൾ ഓരോന്നിനും അപ്രോപ്രിയേറ്റ് മാർക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഓരോ ആൻസറിനും ഓരോ മാർക്ക് വെച്ച് വാല്യൂട്ട് ചെയ്യുന്നു. ഡൺ കൊടുക്കുക. മാൻഡേറ്ററി ക്വസ്റ്റൻ ആയതുകൊണ്ട് റെസ്പോൺസ് ഓൺ ചെയ്തിട്ട്. ഇനി ഒരു വ്യത്യസ്ത തരം ക്വസ്റ്റ്യൻ, നമുക്ക് ഓപ്ഷൻസ് പിക്ചറായിട്ട് കൊടുക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് പിക്ചർ ഓപ്ഷൻസ് കണ്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. അത് മൾട്ടിപ്പിൾ ചോയ്സിൽ തന്നെയാണ് വരിക. അതെങ്ങനെയാണ് ചെയ്യുക എന്നൊന്ന് കാണിക്കാം. ഇൻ ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ലോഗോ കറസ്പോണ്ട്സ് ടു WWF വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലോഗോ ഏതാണെന്നാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ പേര് കൊടുക്കുന്നു, ഓപ്ഷൻ എ. ഇവിടെയാണ് ഞാൻ ഇമേജ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇമേജ് സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് എളുപ്പം എടുക്കാം. മൊബൈലിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. ബ്രൗസ് ചെയ്യുന്നു, ആദ്യ ഇമേജ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇമേജ്. ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്തു. ഇതേപോലെ 4 ഇമേജുകൾ ഞാൻ ആഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ് ആഡ് ചെയ്തു. ആൻസർ കീയിൽ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ആൻസേഴ്സ് വരിക. അതിൽ കറക്റ്റ് ആൻസർ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡണ്ണ് കൊടുക്കുക. മാൻഡേറ്ററി ക്വസ്റ്റൻ ആയതുകൊണ്ട് മാൻഡേറ്ററി റിക്വയർഡ് ഓൺ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. ഇനിയും ടീച്ചേഴ്സിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡിഫറൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ സ്ക്രീനിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തീം മാറ്റാനുള്ള ഭാഗം. അപ്പോൾ ഞാൻ ഒരു കളർ സ്കീം, ഒരു ഓറഞ്ച് കളർ സ്കീം എടുക്കുന്നു. ഹെഡർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ വർക്ക് ആൻഡ് സ്കൂളിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഞാനിതിൽ ഓൾറെഡി ഉള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടാവും. ദെൻ നമുക്ക് ഫോൺ സ്റ്റൈൽസ് ഒക്കെ മാറ്റാൻ കഴിയും. ഇത് ഞാൻ ബേസിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പ്രിവ്യൂ കാണാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. ഇവിടെ ടോട്ടൽ പോയിന്റ്സ് 13 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടോട്ടൽ 15 പറഞ്ഞിരിക്കുന്നത്. ഓരോ ടീച്ചേഴ്സിനും തീരുമാനിക്കാം. ഈ 13 മാർക്കിൽ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ടീച്ചർ ആഡ് ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിവ്യൂ. ഇങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുക. ഇതിൽ അയാൾക്ക് കൃത്യമായിട്ട് ആൻസറുകൾ കൊടുക്കാം. അയാൾക്ക് ആൻസർ കാണില്ല. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആൻസർ ഏതാണെന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ സബ്മിറ്റ് ആവും. അപ്പോൾ ഒരു തവണയോ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. അത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. ഈ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ കുട്ടികളുടെ ഇമെയിൽ ID നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്നുള്ളത് ഓൺ ചെയ്തിടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കുട്ടി ഒരു തവണ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ. ഇത് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 3 തവണ അദ്ദേഹത്തിന് ആ എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ അത് ഓൺ ആക്കിയിടണം. ഇവിടെയാണ് റെസ്പോൺസ് വരിക. അത് കുട്ടികൾ തിരിച്ച് റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട, ഇത് ഒരു ജനറൽ എക്സാമിനേഷൻ നടത്തുമ്പോഴാണ് സെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ക്ലാസ് റൂമിൽ നടത്തുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ അത് ആവശ്യമുള്ളൂ. അപ്പോൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ ID വഴിയോ ലിങ്ക് കോപ്പി ചെയ്തോ നിങ്ങൾക്കത് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. സെൻഡ് ചെയ്യേണ്ട. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റഡ് ആയി. ഇനി അത് അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യൽ നമ്മൾ സാധാരണ ചെയ്യാവുന്ന പോലെ തന്നെ, അതിലൊന്നും വ്യത്യാസമില്ല. ടോട്ടൽ മാർക്ക് 15 ആണ്. ഡ്യൂ ഡേറ്റ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ എന്നൊക്കെയാണോ ഈ എക്സാമിനേഷൻ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ സമയം അവിടെ ഞാൻ കൊടുത്തു. ഇതിപ്പോൾ ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യാം. അതല്ല, അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് ആണ്. ഒരു ടൈം പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ റീസബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അതിന് കൃത്യമായിട്ടുള്ള അറ്റൻഡൻസും ഈ ക്ലാസ് റൂമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കൊടുത്ത് ആ ടൈമിൽ എല്ലാ സ്റ്റുഡൻസും ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. പുതിയ ടോപ്പിക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ടോപ്പിക്കിൻ്റെ കീഴിലുള്ള ഒരു പരീക്ഷയാണെന്ന് പറഞ്ഞു കൊടുക്കാം. അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ഈ എക്സാം നമുക്ക് നടത്താൻ പറ്റും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, ടീച്ചേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് ഓരോ ടീച്ചേഴ്സിനും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.